ഒരു കഥ പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ സപ്പോട്ട മരത്തിൽ നിന്ന് ഈ ചെടികളിലോട്ട് ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു നൊസ്റ്റാൾജിയാണ്. നൊസ്റ്റാൾജി ഇൻ ദ സെൻസ്, എനിക്ക് പണ്ട് എൻ്റെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഞാൻ സ്പെൻഡ് ചെയ്തതെല്ലാം എൻ്റെ കസിൻസിൻ്റെ കൂടെയും എൻ്റെ സിബ്ലിങ്സിൻ്റെ കൂടെയും എല്ലാം എൻ്റെ അമ്മ വീട്ടിലായിരുന്നു കേട്ടോ. അവിടുത്തെ തൊടിയും മുറ്റവും ഇതുപോലെ പറക്കുന്ന പക്ഷികളെയൊക്കെ കണ്ടുകൊണ്ട് ആകാശത്ത് ഇങ്ങനെ നോക്കിയും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിച്ചിരുന്ന ഓർമ്മകൾ ഇതെല്ലാം തിരികെ വന്നിരുന്നെങ്കിൽ ഒന്നുകൂടെ ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല അല്ലേ. നമ്മുടെ നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത് അത്ര എസ്പെഷ്യലി നമ്മുടെ 90s ഒരു ജെൻസി ബിഗിനേഴ്സ്, ഒരു 1997 അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഞാനൊരു ക്വസ്റ്റിനെയർ അല്ല കേട്ടോ, സോറി, Q&A പ്രിപ്പയർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. കമ്മ്യൂണിറ്റി ഉണ്ട്, ദേ ചാടി ചാടി പോകുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിന് തപ്പിയിട്ട് കുറേ നേരമായിട്ടോ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. അതാണെങ്കിൽ എൻ്റെ ക്യാമറ കണ്ടിട്ട് പേടിച്ച് ഓടുക കേട്ടോ, എന്താണെന്നറിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി കളിക്കുക കേട്ടോ, പക്ഷെ ഇതിലൊന്നും വിസിബിൾ ആവുന്നില്ലല്ലോ ഭഗവാനെ. ഹലോ, വെൽക്കം ബാക്ക്. സുധേ, ഞാനില്ലേ ഇന്നെന്താ വന്നതെന്ന് അറിയാം. ഫസ്റ്റ് ഞാൻ ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ പ്രസൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് അന്ന് ചിരിക്കാതെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചെന്നതാണ്, അന്ന് അയച്ചെന്നത്. ഒരു റിസർവ്ഡ് ആയിട്ടൊരു കൊച്ചുണ്ട്, അവളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഭയങ്കര സൈലൻ്റ് ആയിട്ടൊരു കൊച്ച്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ എന്തൊക്കെയോ ക്രിറ്റിസിസംസ് ആ കൊച്ചിന് ഫേസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ചേച്ചി കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ വീഡിയോയിലൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഫ്രണ്ട് വിളിച്ച് ചോദിച്ചു. അപ്പോൾ ശരി, എനിക്ക് എന്താ കൊച്ചിനോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ അന്ന് പറഞ്ഞത്, എടാ നമ്മൾ ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. അതായത് ഇപ്പോൾ മോളിപ്പോൾ റിസർവ്ഡ് ആണ്, അതായത് അത് മോളുടെ ഒരു നേച്ചർ അങ്ങനെയാണ്. അപ്പോൾ പലതും പറയുന്നുണ്ടാവാം, അതായത് അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. അതൊക്കെ എന്തിനാ ബോധർ ചെയ്യുന്നത്? നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ. ഇതേ പല റൂളും റെഗുലേഷൻസൊക്കെ മാറി, പക്ഷെ എന്നാലും നമ്മുടെ ചില മൈൻഡ് സെറ്റ്സ് അങ്ങനെ മാറണം എന്നില്ല. അപ്പോൾ നമ്മളത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ അത് ഇനിയിപ്പോൾ ഞാനങ്ങനെ പറഞ്ഞത് എന്തെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ. ഞാൻ എന്തെങ്കിലും ഒന്ന് സോറി. ഇനി ഞാൻ ആ ടോപ്പിക്കേ സംസാരിക്കില്ല കേട്ടോ നമ്മളെ. പിന്നെ അത് അടുത്തത്, എനിക്കൊരു കാര്യം, ഞാനൊരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് പീപ്പിൾ പ്ലീസർ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്കാണ്. അതായത് പീപ്പിൾ പ്ലീസേഴ്സ് ആയിട്ടുള്ള ആളുകളില്ല. അതായത് ഈ പീപ്പിൾ പ്ലീസേഴ്സ് പറഞ്ഞാൽ നമ്മളിപ്പോൾ റെഗുലറായിട്ട് ഒരാളെ പ്ലീസ് ചെയ്ത് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇപ്പം ഞാനൊരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു സ്കൂള് അല്ലെങ്കിൽ ഒരു കോളേജ്, എപ്പോഴും നമുക്ക് അവിടെ ഇരിക്കുന്ന ആളുകളെയോ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ടീച്ചേഴ്സിനെയോ പ്ലീസ് ചെയ്ത് നമുക്ക് ഒരു സ്റ്റുഡൻറ്റിന് ഇരിക്കാൻ പറ്റില്ല. അവിടെ ഒരു സർട്ടൻ നോംസ് ഉണ്ട്, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇരിക്കുന്നു അല്ലേ. ഈ സൊസൈറ്റിയിൽ ഒരു തരം കണ്ടീഷനിങ് ഉണ്ട്, ആ കണ്ടീഷനിങ് അനുസരിച്ച് നമ്മൾ ജീവിക്കണം എന്നാണ് പലരും പറയുക. പക്ഷേ ശരിക്കും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ചോദിച്ചാൽ സീരിയസ്ലി ഇല്ല. അപ്പോൾ നമ്മളങ്ങനെ പോയിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ ഈ ഫേസിൻ്റെ മേലെ ഇതേ രൂപത്തിൽ വേറൊരു മാസ്ക് വെച്ചിട്ട് അവിടെ ഇങ്ങനെ മറ്റൊരു കഥാപാത്രമായിട്ട് അവിടെ നിൽക്കേണ്ട ആവശ്യം എനിക്കുണ്ടല്ലോ. കാരണം എനിക്ക് എൻ്റെ ഉള്ളിലൊരു ജെന്യൂനായിട്ട് ഞാൻ ആരാണോ അത് അങ്ങനെയായിട്ട് നിൽക്കാനാണ് പറ്റേണ്ടത്. ഇപ്പോൾ മനുഷ്യന്മാരായ ഫ്രസ്ട്രേഷൻ വരും, ദേഷ്യം വരും, എല്ലാം വരും. ഈ ഹ്യൂമൻ ബീങ്സ് പറയുന്നത് എല്ലാ ഇമോഷൻസിലൂടെയും ബ്ലെൻഡ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. പലർക്കും പല സമയത്തുള്ള ഇമോഷൻസാണ്. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ മേ ബി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ആരും ആയിക്കോട്ടെ, നമ്മൾ അവരുടെ ഒരു ഫ്രസ്ട്രേഷനോ കാര്യങ്ങളോ ഒന്നും നമുക്ക് മനസ്സിലാക്കണം എന്നില്ല. കാരണം നമ്മളും കുറേ സ്ട്രെസ്സിലൂടെ പോകുന്ന ആൾക്കാരാണ്. പക്ഷേ പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പീപ്പിൾ പ്ലീസേഴ്സിൽ വേറെ ചില ആളുകളുണ്ട്. അതായത് ബാക്കിയുള്ളവരുടെ പ്രൈവസിയിൽ എന്താണ് അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ടെൻഡൻസി കൊണ്ട് സുഖമില്ലാതിരിക്കുന്ന ആൾക്കാർ, മനസ്സിന് സുഖമില്ലാതിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട, സംസാരിക്കണ്ട. എനിക്ക് പറയുന്നത്, ഇപ്പോൾ അധികം ഇപ്പോൾ ആരും എന്നോട് മിണ്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു 2 വർഷത്തോളം ആരോട് സംസാരിക്കാണ്ട് മിണ്ടാതിരുന്ന ആളാണ് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ അത് ഇന്ന് എനിക്ക് ഒരു 2 hour സൈലൻ്റായിട്ട് എവിടെയെങ്കിലും പോയിട്ടൊന്ന് ഇരിക്കാൻ പറഞ്ഞാൽ ഞാൻ ഇരിക്കും. കാരണം എനിക്കത് പ്രശ്നമല്ല.
കാരണം ഞാൻ അത്രയും ഇൻട്രോസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. കാരണം ഞാൻ അങ്ങനെ ഇൻട്രോസ്പെക്ഷൻ ചെയ്ത് പഠിച്ചിട്ടുണ്ട് സീരിയസ്ലി. കാരണം അത് ചെയ്യുന്നത് കൊണ്ട് നല്ല ഗുണമുണ്ട് കേട്ടോ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡീപ്പായിട്ടുള്ള സൈക്കോളജിക്കൽ വശങ്ങളൊന്നും എനിക്കറിയില്ല. പിന്നെ എൻ്റെ ഒരു ഡോക്ടർ ഫ്രണ്ട് ഉണ്ട് കേട്ടോ, അവൻ എന്നോട് പറഞ്ഞത് നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ എന്നോട് വന്ന് ഓപ്പണായി പറഞ്ഞോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവനോട് പോയിട്ട് എൻ്റെ പ്രശ്നങ്ങൾ, എന്ത് പ്രശ്നങ്ങൾ നമുക്കെന്താ, ഫീമെയിൽ ആണെങ്കിലും മെയിൽ ആണെങ്കിലും ബെസ്റ്റ് ഫ്രണ്ട്സിനോട് തുറന്ന് പറയാം. അപ്പോൾ അവനോട് ഞാൻ എല്ലാം പറഞ്ഞു. ഇപ്പം എനിക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാണെങ്കിൽ എന്ത് പേഴ്സണൽ പ്രോബ്ലംസ് ആണെങ്കിലും എനിക്കൊരു തുറന്ന് പറയാനൊരു സുഹൃത്ത്, ഒരു കേൾക്കാനൊരു ലിസണറാണ് അവൻ. സീരിയസ്ലി നന്നായിട്ട് കഴിവുള്ള കുട്ടിയാട്ടോ. അതായത് ഒരു MBBS കഴിഞ്ഞൊരു പയ്യനാണ്. സൈക്കോളജിയിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞതാണ് എൻ്റെ അടുത്ത്. അങ്ങനെ അപ്പം ഞാൻ അവനോട് പറഞ്ഞപ്പോൾ നീ പറഞ്ഞു നീ ടെൻഷൻ അടിക്കേണ്ട, അതൊക്കെ എല്ലാവരുടെയും കോമൺ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്, ഈ പീപ്പിൾ പ്ലീസിങ് കാര്യങ്ങൾ. നമ്മളങ്ങനെയായിട്ട് ബാക്കിയുള്ളവർ ബോധർ ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് പറഞ്ഞു കേട്ടോ. പിന്നെ ഇവിടെ വേറൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ, ഇവിടെ എപ്പോഴും TV ഓണായിക്കഴിഞ്ഞാൽ ഇവിടെ പിന്നെയും സുഖം കേട്ടോ. അതായത് സൺ ഡയറക്റ്റ് ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ കേരള വിഷൻ ആയതുകൊണ്ട് ഡെയിലി ന്യൂസ് ചാനലായിരിക്കും, എനിക്ക് ബോറടിക്കും. പിന്നെ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് അങ്ങനെ അധികം പോകാറില്ല. ഇവിടെ TV അച്ഛൻ ന്യൂസ് കാണും. അച്ഛൻ ഓൾമോസ്റ്റ് എല്ലാ ചാനൽസും കാണും കേട്ടോ. അപ്പോൾ അങ്ങനെ പോയിട്ട് ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഇങ്ങനെ കാണുകയൊക്കെ ചെയ്യും. പിന്നെ എനിക്ക് എല്ലാ ഷോസും ഇങ്ങനെ മാറ്റി മാറ്റി കണ്ടുകൊണ്ടിരിക്കണം. പിന്നെ ഫേവറേറ്റ് ഷോസ് അങ്ങനെയൊക്കെ കേട്ടോ. പിന്നെ ഇടയിൽ ഞാൻ ഇനിയിപ്പോൾ എനിക്ക് ഉറക്കെ വായിച്ച് പഠിക്കണമെന്നുണ്ട്. ഇപ്പോൾ കുറേ വ്ളോഗ് എടുത്ത് എൻ്റെ ത്രോട്ട് കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും സമാധാനത്തിൽ സൈലൻ്റായിട്ടിരുന്ന് വായിക്കാം കേട്ടോ. എനിക്ക് പക്ഷേ സൈലൻ്റായിരുന്ന് വായിക്കുമ്പോൾ ഫുള്ളായിട്ട് തലയിൽ കയറുന്നില്ല. ബട്ട് എന്തായാലും വായിച്ചെടുക്കണം എന്നുണ്ട്. എനിക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ ടൈം പോകാൻ വേണ്ടി നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ വ്ളോഗ്. ഇനി അടുത്തൊരു വ്ളോഗുമായിട്ട് ഇങ്ങനെ വരാട്ടെ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ സംസാരിച്ചിട്ട് വരാട്ടോ. ഞാൻ ഇങ്ങനത്തെയൊക്കെ ടോപ്പിക്സ് സംസാരിക്കുമ്പോൾ ഞാൻ നോർമലി വെർട്ടിക്കലായിട്ടാണ് വെക്കാറുള്ളത് കേട്ടോ. ഹൊറിസോണ്ടൽ ഞാൻ കുറച്ചും കൂടി ലെങ്ത് ആയിട്ടുള്ള ലോങ് വീഡിയോസിൽ വെക്കുന്നുണ്ട്. ഇപ്പോൾ 5, 28, 29, 30, 31 സെക്കൻഡ്സ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അതെ, അപ്പോൾ വീഡിയോ നിർത്തുക കേട്ടോ ഞാൻ. സോ എന്തായാലും ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. താങ്ക്